തിളക്കം കയറിയതാണ്. കടപ്പാക്കട വന്നപ്പോ അല്ലല്ല, എൻ്റെ ജീവിതം ഇതാ ജീവിതം. ഇത് മാത്രമാ വലുത്. വേറെ ഒന്നിനും ഞാൻ വില കൽപ്പിച്ചിട്ടില്ല. അത് കൊള്ളുകാനെന്നോ വേണ്ടെന്നല്ല, അതല്ല, ഇതിന്റെ കീഴില. എൻ്റെ ഇളയ പങ്കട കല്യാണത്തിന് ഞങ്ങളുടെ ഉപ്പാപ്പനും എല്ലാം പറഞ്ഞു, പ്രാർത്ഥന അധികം നേരം നടത്തരുതെന്ന്. ഒരു 6 മുതൽ ഒരു 7 വരെ, അനിയനുണ്ട്, അവനും പറഞ്ഞു ഒരു 6 മുതൽ ഒരു 7 വരെ നടത്തി, പിന്നെ എല്ലാവർക്കും ഭക്ഷണം അല്ലേ, ആൾക്കാർ ഭക്ഷണം. ഞാൻ പറഞ്ഞു ഇന്ന് പ്രാർത്ഥന 9 മണി വരെ നടത്തും. ഇഷ്ടമുള്ളവൻ കൂടിയാ മതി, ഇഷ്ടമുള്ളവൻ കൂടിയാ മതി. അന്ന് രാത്രി കൃപയിൽ ശരണപ്പെട്ട് ഞാൻ ശുശ്രൂഷിച്ചു. ഉദ്ദേശിച്ചതിലും കൂടുതൽ ആള് വന്നു. ഞങ്ങൾ കുട്ടനാട്ടുകാരാ, കാവാലം വീണ്ടും അരി വെച്ചു. 9:55 വരെ പ്രസംഗിച്ചു. ആരും പോയില്ല, ആള് വന്നതല്ലാതെ ആരും പോയില്ല. നീ ആദ്യം ഇതിന് വില കൊടുക്ക്. ഇത് കല്യാണത്തിന് അതിലേന്ന് പാഷ ഒത്തിരി നേരം എടുക്കരുത് പാഷേ, എന്നാ പാഷയൊക്കെ പിന്നെ അല്ല, ചിലടത്ത് പാഷന്മാർക്ക് ഇഷ്ടമാ, സോറ പറഞ്ഞിട്ടിരിക്കാവില്ല. പിന്നെ എന്നാ ഉണ്ട്, പിന്നെ എന്നാ ഉണ്ട്, ആ സിസ്റ്റർ ഏതാ, ആട്ട സിസ്റ്റർ, സോറ പറയാം, ഇഷ്ടമല്ലേ? സിസ്റ്റർ ഇങ്ങോട്ടൊന്ന് കോൾ ചെയ്ത് തരും, ബ്രദറിന്റെ നമ്പരൂടൊന്ന് തന്നിരും, വാട്സപ്പിനകത്ത് വന്നിരുന്ന ഒരു പിക്ചർ എടുക്കാം. ആദ്യം നീ ഇതിന് വില കൊടുക്കുക. വീട്ടുകാർ പറയാം, പക്ഷേ അധികം നേരമൊന്നും ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പുള്ളി പൂനായിന്ന്, അതിന് നമ്മൾ തന്നെ എടുക്കണം. അവള് പൂനായിന്നോ പിമ്പുറിന്നോ വരട്ടെ, നമ്മൾ തന്നെ എടുക്കണം. പുള്ളിക്ക് ഈ പ്രാർത്ഥനയൊന്നും. അപ്പൊ പിന്നെ നീ എന്തിനാ ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊപ്പിച്ചത്? നീ ചക്കും ചക്കാലയും കൂടി ഇട്ട് കുഴയ്ക്കുന്ന എന്തിനാന്ന്? അതുകൊണ്ട് ഇന്നലെ ഇവിടെ സംസാരം ഉണ്ടായി, നിങ്ങൾ പെന്തിക്കോസുകാർ ഒത്തിരി നേരം എടുക്കും. അതിനെന്നെ അതറിഞ്ഞല്ലേ നീ പെന്തിക്കോസി വന്നേ? എടാ അതറിഞ്ഞല്ലേ നീ പെന്തിക്കോസി വന്നേ? നിന്നെ പ്രതി ഇത് മാറ്റാൻ പറ്റുമോ? നിന്റെ അപ്പന്റെ ഏട്ടനെ പറ്റി ഇത് മാറ്റാൻ പറ്റുമോ? ഇത് നിന്റെ അപ്പന്റെ ഏട്ടന്റെ പ്രമാണമല്ല, ദൈവത്തിന്റെ പ്രമാണമാ. നിനക്ക് വേണം ഇതിനകത്ത് നിന്നാ മതി. ചെല്ലു പറഞ്ഞു, പക്ഷേ ആഭരണം വിടുന്നതിനെ പറ്റി ഒന്നും. പിന്നെ എന്നാ പറയണം? കപ്പൽ മേടിക്കുന്ന കാര്യം പറയണോ? ഡൂലോസ് കപ്പൽ മേടിക്കാൻ അതാണോ പറയണ്ടേ? നീ വേണേ ഇതിനകത്ത് ഇരുന്നാ മതി. ആ പിന്നെ ഞങ്ങളുടെ 1-2 ബാച്ചിലേഴ്സ് ഉണ്ട്, മീശയുടെ കാര്യം പിന്നെ എന്നാ പറയേണ്ടത്? പിന്നെ എന്നാ പറയേണ്ടത്? മീശയുടെ പറയാതെ പിന്നെ എന്നാ പറയേണ്ടത്? പറയും. പിന്നെ ദശാംശത്തിന്റെ കാര്യം ഇവിടെ പിന്നെ എന്നാ കൊള്ളയടിക്കാൻ പോണെന്ന് പറയണോ? എടാ ഇതൊക്കെ പറയുന്ന സ്ഥലമായി, ഇതെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ വന്നേ? പിന്നെ ഞങ്ങളുടെ അമ്മാമ്മയുടെ മൂത്ത ഞങ്ങളെ പുള്ളിക്ക് ഈ ശബ്ദവും ആരാധനയൊന്നും, അയാൾ വീട്ടിൽ ഇരിക്കാൻ പറ. അയാൾ തന്നെ തള്ളിക്കൊണ്ട് ഇതിനകത്ത് വന്നത്. എടാ നിനക്ക് ശബ്ദം ഇഷ്ടമല്ലെങ്കിൽ, മറുഭാഷ ഇഷ്ടമല്ലെങ്കിൽ നീ ഇത് വരയ്ക്കാതിരിക്കണം. ഇത് പെന്തിക്കോസാ, ഇത് പെന്തിക്കോസാന്ന്. ഞാൻ ഇപ്പോ ഇതിനകത്ത് നൃത്തം ചെയ്യും, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. ആർട്ടിഫിഷ്യൽ അല്ല, ആത്മാവിന്റെ ബലത്തിൽ. ഈ എലിയ പേടിച്ച് ഇല്ലത്തിന് തീ വെക്കരുത്. പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാ, കൊല്ലത്തെ ഒരു വലിയ വൻ തോക്ക, അതിന് നമ്മൾ തന്നെ എടുക്കണം. എടാ ഇതിലും വലിയ തോക്കാ മേളിയിരിക്കുന്നത്.
ആ പുള്ളിക്ക് നമ്മുടെ എല്ലാ മെസ്സേജുകളൊന്നും പുള്ളിക്ക് പിടിക്കുകയല്ലേ. പുള്ളി പോകാൻ പറ. നീ എന്തിനകത്ത് വന്നു? പണ്ട് നമ്മുടെ സാഹിത്യ കൂടാനം പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്താ രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു വിഷയത്തിൽ പുള്ളി പറഞ്ഞതാ. ഇത് പെന്തിക്കോസാ. ഇവിടെ എല്ലാ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ അധികം സംസാരിക്കാതിരിക്കുന്നതാ. പിന്നെ എന്നാ ഇവിടെ പറയണ്ട? ഇവിടെ എന്നാ പിന്നെ പറയണ്ട? എന്നാ നിന്നെ പ്രതി, നിന്റെ കൊച്ചമ്മയെ പ്രതി, കൊച്ചപ്പനെ പ്രതി ഇതിനകത്തുനിന്ന് മാറ്റാനോ? നീ മാറുകല്ലാതെ ഇതിനകത്തൊരു മായവും വെക്കുകയല്ല. നീ ശരിയാകാതെ ഇതിനകത്തുനിന്നൊന്നും മാറ്റുകയല്ല. ആ, ഞാൻ പണ്ടൊരു സഭയിൽ ചെന്നവനോട് പറഞ്ഞു, ഇവിടെ ആഭരണത്തെ പറ്റി ഒന്നും പറയരുത്, പിന്നെ പിള്ളേരിങ്ങനെ ബുൾഗാന്, പിന്നെ എന്തോ ഈ റാ പോലത്തെ ഇത്, പിന്നെ വേറെ എന്നതാണോ ഏതാണ്ട് എൻ്റെ ഒരു പേര് പറഞ്ഞു, ഞാൻ പേര് മറന്നോ, അതൊന്നും ഇവിടെ. പിന്നെ എടാ, അത് പറയാതെ പറയുന്ന ഉപദേശിമാര് കാണും. അവരെ വിളിച്ചോ. എന്നോട് ഈ ചരിത്രമൊന്നും നിനക്ക് വേണേ എന്നെ വിളിച്ചാൽ മതി. വേണേ ഞാൻ പറയാനുണ്ട്, നമ്മുടെ രീതിയും ശൈലിയും പ്രകൃതി ഇതാ. ഇത് നല്ല താല്പര്യം ഉണ്ടല്ലേ എന്നെ വന്നു കഴിഞ്ഞ അത് പറയരുത്, ഇത് പറയരുത്, മിണ്ടിപ്പോകരുത്. നീ എന്നോട് ലിയോ പാസ് പറഞ്ഞത് പറയാവുന്നിടത്തോളം പറഞ്ഞോളാനാ. സ്തോത്രം. അല്ല, അവർക്കറിയാം. ഇത് കാശുള്ളവനെ കാണുമ്പോൾ മാറ്റുന്ന ഉപദേശമല്ല. ഇത് വമ്പൻ തോക്കിനെ കാണുമ്പം അല്ലല്ല അല്ല. അമേരിക്ക ചെല്ലുമ്പോൾ മാറ്റുന്ന ഉപദേശം, കേരളത്തിലൊരു ഉപദേശം, ഗോവയെ വേറൊരു ഉപദേശം. കേരളത്തിൽ വന്നപ്പം വെള്ള ഡ്രസ്, ഗോവ ചെന്നപ്പോ നിക്കറിട്ട പാസ്. അതാണ് ഉപദേശം, അതാണ് ഉപദേശം. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ ആക്കുകയാണോ? ഒരു 10-10:30 വരെ പോവും. പുള്ളി പറഞ്ഞല്ലോ വണ്ടിയെ കൊണ്ട് വിടാന്ന്. ഇവിടെ പറഞ്ഞില്ലേ? അവിടെ ഇരി. ഞാൻ ആദ്യം ഇരുന്നപ്പോൾ നിങ്ങൾ ഓർത്തോ പരുവക്കേടാ, പുള്ളി മെനക്കേടാ, ഇന്ന് വരേണ്ട കാര്യം. അവിടെ നിൽക്കി ഞാൻ. സ്തോത്രം. ഇത് വ്യക്തികളെ നോക്കി മാറ്റുന്ന ഉപദേശമല്ല, ഒരിക്കലായി പരിമേൽപ്പിച്ച വിശുദ്ധ ഉപദേശമാണ്. സ്തോത്രം. ഇത് ആളിന്റെ പൊസിഷനോ നിറമോ നിലവാരമോ പണം നോക്കി മാറ്റുന്നതല്ല. ഇത് സ്വർഗത്തിലെ തിരുപദേശമാണ്. നിനക്ക് വേണേ ഇതിനകത്തിരുന്നാ മതി. നിന്നെ പ്രതി ഇത് മാറ്റുകയല്ല. നിന്നെ പ്രതി മാറ്റിയാ ഇനി മരണവനെ പ്രതി അല്ല ഇതിനകത്ത് ഇന്ന്. ഒരുത്തന് 5 പക്ഷം, ഒരുത്തന് 5 പക്ഷം എല്ലാം മാറ്റണ്ടേ? ഞാനും നിങ്ങളും മാറുന്നതല്ലാതെ വാചനത്തിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിച്ച കർത്താവ് എന്റെ ആത്മീയത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥന അങ്ങനെ, ഈ ശുശ്രൂഷയാ മെയിൻ വിഷയം. അതിന്റെ കാരണമെന്ന് പറയാം. കർത്താവ് എന്നെ വിശ്വസ്തന് നിന്നിയത് കൊണ്ടല്ലേ ശുശ്രൂഷയ്ക്കാക്കി. എന്നേക്കാൾ മിടുക്കന്മാരിലായിട്ടാണോ? ലക്ഷക്കണക്കിന് എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള വമ്പന്മാര്. സർവേപ്പള്ളിക്ക് 28 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നെന്ന്. ഇന്ത്യയിലുള്ള ആളായിരുന്നു. എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി. 28. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനോടത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന്. 28 ഡോക്ടറേറ്റ് എന്നിട്ട് ഞെട്ടുന്നില്ലേ? പക്ഷെ ഈ ശുശ്രൂഷ അങ്ങേരെ ഏൽപ്പിച്ചില്ല. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി
അദ്ദേഹത്തെ ഇതുവരെ ഈ ശുശ്രൂഷയിപ്പിച്ചില്ല. മിടുക്കൻ ഇതുവരെ ഈ ശുശ്രൂഷയിപ്പിച്ചില്ല. അവരൊക്കെ കരുത്തുള്ളവരും മിടുക്കരുമല്ലേ? സ്തോത്രം, സ്തോത്രം. ഈ കേരളത്തിലെ, ഇന്ത്യയിലെ മിടുക്കന്മാരെ ആരെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. നെഹ്റുവിന്റെ പിതാവ് ഇഷ്ടംപോലെ സ്ഥലവും സ്വത്തും നമുക്ക് പറയാനൊക്കത്തില്ല. മോത്തിലാൽ നെഹ്റു ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. അംബാനിനെ ഒന്നും ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല. കാശുള്ളവരും മിടുക്കന്മാരും ഉന്നതന്മാരും സൗന്ദര്യമുള്ളവരും പിള്ളേരുടെ ഭാഷ പറഞ്ഞ് നല്ല ഫിഗർ ഉള്ളവരും മിടുമിടുക്കന്മാരും വിദ്യാനുഗുണന്മാരും ഒക്കെ ഉണ്ടായിട്ട് അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. കർത്താവ് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അവിടുന്ന് മനസ്സിലായി ഇത് വിശ്വസ്തയോടെ ചെയ്യുമെന്ന്. അപ്പോൾ മരണം വരെ വിശ്വസ്തയോടെ നിന്നോണം. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, കോര വൈരിഞ്ഞ് ഓ തന്റെ കൈകളിൽ അവൻ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിയിടും ഞാൻ തന്റെ അനവധി വന്നാലും അനുകൂലവനിക്കവൻ എന്നാലോ തിരുജീവൻ തന്നവനിനിമേലും കൃപയാ നടത്തുമെന്നെ. തിരുജീവൻ തന്നവനിനിമേലും കൃപയാ നടത്തുമെന്നെ. അവൻ കൃപയും അവൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയോടെ ആനന്ദമാ. അവൻ വൈരികൾ വന്നാലോ എത്തിരുയർന്ന ഓ കൃപമാതി എത്താളോ. അവൻ വൈരികൾ വന്നാലോ എത്തിരുയർന്നാലോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്ക്. ഒരിക്കൽ കൂടെ ഊന്നി പറയാൻ നിന്റെ ആത്മികത്തിന് കോട്ടമുണ്ടാക്കുന്നൊന്നും വേണ്ടാന്ന് വെക്ക്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെ നീ രക്ഷപ്പെടും. രക്ഷപ്പെടും. ചില ചോദിക്കാണ്ട് പക്ഷേ എങ്ങനെ ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരുന്നത്? ആത്മികത്തിന് പ്രഥമ സ്ഥാനം കൊടുക്ക്. ശുശ്രൂഷയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്ക്. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് പ്രഥമ സ്ഥാനം. അതിന്റെ കീഴിലാ ബാക്കി മുഴുവൻ കാര്യവും.
ഞാനിപ്പോൾ 2-3 ആവർത്തി പറഞ്ഞു. ഇവിടെ വന്നപ്പം സന്ദർഭം കൊണ്ടൊന്നുകൂടെ പറയാം. ചിലരെ തെറ്റിദ്ധരിക്കരുത്. ആ പാസ്റ്റർ ഇപ്പം കാറേ നടക്കുന്നു, വലിയ 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 ഇന്നാളൊരാണ് വലിയ പാസ്റ്ററായി. വലിയ പാസ്റ്ററായില്ല, ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരു യോഗം കഴിഞ്ഞപ്പം എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഈ ഷിനു പറഞ്ഞു, ആ പാസ്റ്റർക്ക് ഇന്നോവ ഉള്ളത് കൊണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, നീ പോരുത്, എന്നോട് എനിക്ക് കർത്താവ് പറഞ്ഞ പോലെ എനിക്ക് നിന്നോടൊരു കാര്യം. ഞാൻ പറഞ്ഞു, ഇനി സാക്ഷ്യം പറഞ്ഞു വിവരിക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട്. ഞാൻ കൃപയാല് പെന്തിക്കോസ് വന്നപ്പം വീട്ടിൽ അല്പം പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നത്തെ പോലെ സൗകര്യമില്ലല്ലോ അന്ന്, മൊബൈലും ഒന്നുമില്ല, ലാൻഡ് ഫോൺ തന്നെ ചില വീടുകളിൽ ഉള്ളൂ, 10-28 വർഷമൊക്കെ മുമ്പേ. അപ്പം അന്ന് ശുശ്രൂഷകളൊക്കെ ചിലർ വിളിക്കും. അത് പ്രസംഗത്തിൻ്റെ മെച്ചം കൊണ്ടല്ലേ, പഴയ പാട്ടിൻ്റെ വരിയൊക്കെ വലിയ ട്യൂണില്ലേലും പാടുകയും ചെറിയ സാക്ഷ്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കും. ഇപ്പോഴും അതൊക്കെ അല്ലാതെ പ്രസംഗത്തിൻ്റെ പാഠവും കൊണ്ടൊന്നും വിളിക്കുന്നല്ലെന്ന് എനിക്കും അറിയാം. എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന 100 കണക്കിന് പ്രഗത്ഭന്മാർ കിടക്കുക. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ അതൊന്നും വേണ്ട, ഒക്കെ എൻ്റെ കാലം കഴിഞ്ഞ്, ഇപ്പോൾ ഒന്നും ഞാൻ പോവുകയില്ല, അങ്ങനെയും ചിന്തിക്കണ്ട. സ്തോത്രം. അപ്പം അന്ന് ദൈവം കാരണയാൽ അനേക ദൈവമക്കൾ വിളി. അപ്പോൾ ഈ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടോട്ട് ബോട്ട് 10 മണി കഴിഞ്ഞാൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബോട്ടില്ല, 10 മണി കഴിഞ്ഞാൽ ബോട്ടില്ല, ബോട്ട് സർവീസാണ്. അപ്പം പിന്നെ കാവാലത്തോട്ട് പോകാനൊക്കുകയില്ല. അപ്പോൾ എല്ലാ വീട്ടിലും രാത്രിയിലൊന്നും ചെല്ലാനും, ഇന്നാണ് നമുക്ക് വിളിച്ചേച്ച് ചെല്ലാം. ഈ അച്ചായ അല്ലേ അമ്മാമ അല്ലേ സഹോദര ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നു, അത് ന്യായമാണ്. അന്ന് വിളിക്കാതെ രാത്രി വല്ലതും വീട്ടിൽ കയറി. അപ്പം ഞാൻ ഷിനോട് പറഞ്ഞു, അനേക രാത്രികളിൽ 1, 2, 10, 20 ഒന്നുമല്ല, അനേക രാത്രികളിൽ കിടക്കാൻ ഇടമൊന്നുമില്ല. ഞാൻ ഈ തിരുവല്ല ബസ് സ്റ്റാൻഡിലും ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും കോട്ടയം ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അന്ന് വണ്ടിയൊന്നുമില്ല. 1, 2, 10 ഒന്നും അല്ല കേട്ടോ. സ്തോത്രം. ആ സമയത്ത് കയറി ചെല്ലാനൊക്കത്തില്ല, വണ്ടിയില്ലാഞ്ഞ കാലത്ത്. വണ്ടിയൊന്നുമില്ല, അന്നൊന്നുമില്ല. ചിലപ്പം ഈ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാ. അപ്പൊ ചിലപ്പോൾ കോട്ടയത്ത് നിന്ന് രാത്രി ചിലപ്പം ബസ്സിന് കയറും കൊട്ടാരക്കരയ്ക്ക്. അപ്പൊ അത്രയും ദൂരം ഓടി വരുമ്പോൾ സമയം കുറെ പോകും. കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും തിരിച്ചു കോട്ടയത്തിന്, അന്നേരം നേരം വെളുക്കും. അവൻ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങുകയും ചെയ്യാം, വണ്ടിക്കൂലി പോകുന്നേ ഉള്ളു. അത് 1, 2, 10 പ്രാവശ്യമല്ല. പക്ഷെ അന്നും ആത്മീകത്തിനാ പ്രഥമ സ്ഥാനം. അതൊക്കെ നല്ല പ്രാഗൽഭ്യത്തോടാ പറഞ്ഞത്. ഇന്ന് വയനാട്ടിൽ നിന്ന് വരാൻ വൈകി പോയത് കൊണ്ട്, അവിടുന്ന് യാത്രയൊക്കെ ചെയ്ത് ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വൈകി പോയത്. അല്ലെ ഞാൻ കഴിവിൻ്റെ പരമാവധി യോഗം മുടക്കുകയല്ല. കഴിവിൻ്റെ പരമാവധി. പിന്നെ മുടക്കുന്ന ഒറ്റ കാരണത്തല്ല, മരണം ഉണ്ടെങ്കിൽ ഞാൻ മരണ വീട്ടിൽ പോകും. നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും മരിച്ചാൽ അവരുടെ ദുഃഖത്തിൽ പോയി 1 മിനിറ്റെങ്കിലും അവരുടെ കൂടെ ഒന്നും തോന്നുന്നില്ല. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ പരമാവധി യോഗം മുടക്കാതെ ആത്മീകത്തിനാ പ്രഥമ സ്ഥാനം. അത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അങ്ങനെ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ശുശ്രൂഷ കഴിഞ്ഞിട്ടേ ബാക്കി മുഴുവൻ കാര്യം. സ്തോത്രം. ചില ഉപദേശമാരെ തന്നെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, നമുക്കൊരു ശുശ്രൂഷയ്ക്ക് ഇന്ന് ഭാര്യ വീട്ടിൽ നിന്ന് ചിലർ ഇങ്ങോട്ട് വരുന്നെന്ന്, അല്ലെ ഞങ്ങളുടെ ഇന്ന ബന്ധുക്കാര് ഇല്ല ഞങ്ങൾക്ക് ഇന്നടത്തോട്ടൊന്ന്. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ അതാ ഏറ്റവും വലുത്. ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് അറിയിപ്പാനുള്ള സന്ദേശത്തിലെ കാതലായ വിഷയം, ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ടെന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും. നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. സ്തോത്രം. നിങ്ങളുടെ സന്തതിയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അതിനൊരു പ്രവാചകൻ എടുക്കലും പോകണ്ട.
കോട്ടയത്തോട്ടും പോകണ്ട, പുനലൂരോട്ടും പോകണ്ട, കൊട്ടാരക്കരയിലും പോകണ്ട, കൊല്ലങ്കോട്ടും പോകണ്ട. സ്തോത്രം. എങ്ങും പോകണ്ട. പേര് പറയുന്നതിനെടുക്കലും പോകണ്ട, അഡ്രസ്സ് പറയുന്നതിനെടുക്കലും പോകണ്ട, വണ്ടി നമ്പർ പറയുന്നതിനെടുക്കലും. അവിടെ ചെന്നിരുന്ന് തന്നെ KL4 42 എന്നാ ഉണർവുണ്ടാകാൻ? ചുമല സാരി കൊടുത്താൽ അമ്മാമ്മ, അതിനെന്നെ ചുമല ഉണ്ടായിരുന്നോണ്ട് ചുമല കൊടുത്തു, അതിനെന്നെ. ഈ കാടടച്ച് വെടിവെക്കുന്ന സമ്പ്രദായമാണ്. മാനസിക പ്രയാസമുള്ള ചിലരെ കാണുന്നു. മുഴുവൻ എണ്ണത്തിനും അതാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. ആർക്കാ മനസ്സിന് പ്രയാസമില്ലാത്ത? അത് കൈപൊക്കിക്കേ. ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ കാണുന്നു. മുഴുവനും ഭാരപ്പെട്ടിരിക്കുക ഒരു വിഷയത്തിലാണോ? അപ്പൊ ഇതെല്ലാം ഭാരമുള്ള അപ്പൊ അവന് മനസ്സിലായി ഇവന്റെ ചേമ്പ് ഈ കലത്തിനകത്ത്. സ്തോത്രം. നീ ഒരു പ്രവാചകനും തപ്പി പോകണ്ട, ഒരു പ്രവാചകൻ എടുക്കലും പോകണ്ട. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്, ഒറ്റ തീരുമാനമെടുക്ക്. എന്റെ കർത്താവ് ആത്മീയത്തിന് ഭംഗമുണ്ടാക്കുന്ന, ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, ആത്മീയത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അറിയാത്ത വഴി ദൈവം തുറക്കും. എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട് പല അനുഭവങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ ലൈവ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ഒതുങ്ങുക. സ്തോത്രം. ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പലതും അങ്ങ് വിടുങ്ങുക. നിങ്ങളോട് അറിയിപ്പാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം ഇതാ: ആവശ്യമില്ലാത്ത മോഹങ്ങൾ വേണ്ടാന്ന് വെക്കണം. ഇങ്ങനെയുള്ളതിനെ പിടിച്ചടക്കണം. ആത്മീയത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. കർത്താവ് അല്ലേ പറഞ്ഞ, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ഏലൊക്കെ മേളിൽ പറഞ്ഞത് ഉണ്മാനും ഉടുക്കാനും കുടിക്കാനുമുള്ളത് ദൈവം നിനക്ക് തരും. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ക്ലേശം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ നീതിയും ന്യായവും അന്വേഷിക്ക്. ഒരു യഹോവ ഒരു ദോഷവും തെറ്റാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറിക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്നെ ആദരിക്കുന്ന ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ രക്ഷിക്കും. നിന്റെ ശരിക്ക് ദൈവം പരിഹാരമുണ്ടാക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാന് പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് എന്തെങ്കിലും ചിന്തിക്കാം. സ്തോത്രം. സമയം നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, കാരണം നിങ്ങൾക്ക് ദൂരെ പോകേണ്ടവരാ. കർത്താവ് അനുവദിക്കുകയാണേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടേ, ദൈവത്തിന്റെ ഹിതമാണേ, നമുക്ക് പിന്നീട് കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിര്. നമ്മളെ ഒരു സമർപ്പണത്തോടെ ഒരു പാട്ട് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിയാം. ഒരു സമർപ്പണത്തിന്റെ ദൂതൂടാ. ആ ദൂതിന്റെ പ്രധാനപ്പെട്ടതാ: കർത്താവേ, ആത്മീയത്തിന് കോട്ടം ഉണ്ടാക്കുന്നൊന്നും വേണ്ട, ഞങ്ങളിൽ അവിടുന്ന് പ്രസാദിക്കണം. ഞങ്ങൾ ആരും പട്ടുപോകരുത്. ഈ ഒരു സമർപ്പണത്തോടെ വേണമെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പിരിയാൻ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ശാന്തമായിട്ട് ഒന്ന് ധ്യാനിച്ച് പാടി നമുക്കങ്ങ് പിരിയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെയും നടത്തി. അഗ്നിമേഘ നിത്യം നാട് തീരെ
നിന്റെ